അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൂനാറ്റിക് ബാക്ക് പാക്കർ. തംബ്നെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ അത് തന്നെ ക്യാമ്പിംഗ് ജബൽ ജേസ്. ഇന്ന് ഞങ്ങൾ ഇത്തിരി നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. 4:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറണം. പിന്നെ കുറച്ച് പേർച്ചേസിങ് ഒക്കെ ഉണ്ട്, ഫുഡൊക്കെ വാങ്ങിക്കണം. ഏതായാലും നമുക്ക് ഗ്രില്ല് ചെയ്യാനൊന്നും പ്ലാൻ ഇല്ല. കാരണം വെച്ചാൽ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. കോവിഡൊക്കെ ആയതുകൊണ്ട് ക്ലോസ്ഡ് ആണോ, അവിടുത്തെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നമുക്ക് പോയി നോക്കാം. പർച്ചേസിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഇത്തിരി ലേറ്റായി. ഇനിയിപ്പോൾ പെട്രോൾ കൂടി അടിച്ചാൽ നമുക്ക് സ്ട്രൈറ്റ് അവേ മല കയറാം. നമ്മൾ ടോപ്പിൽ എത്താറായിട്ടോ. ഇവിടെ മുതൽ ക്യാമ്പിംഗ് സ്പോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമുക്കൊരു മിഡിലോ അല്ലെങ്കിൽ ടോപ്പിലോ ആയിട്ട് പറ്റിയൊരു സ്ഥലം നോക്കി ക്യാമ്പ് ചെയ്യാം. ഇവിടെ എത്തിയപ്പോൾ കിട്ടിയ ഫാസ്റ്റ് വ്യൂ ആണ്, ഒരു രക്ഷയില്ല, പൊള്ളി. ഇതാട്ടോ നമ്മൾ ക്യാമ്പ് ചെയ്യാൻ സ്പോട്ട് ചെയ്ത സ്ഥലം. വിസിബിലിറ്റി ഇത്തിരി കുറവാണ്, അതുകൊണ്ട് ടെൻറ്റ് സെറ്റ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ. ടെൻറ്റ് രണ്ടും ഓൾമോസ്റ്റ് സെറ്റായി. പരിചയപ്പെടുത്താൻ മാത്രം. ഇതാട്ടോ യദു. ഇന്ന് നമ്മുടെ കൂടെ യദു ഉള്ളത്. ഞാനൊരു ടെൻറ്റിൻ്റെ ഉൾവശം കാണിക്കാം. പുറത്ത് നല്ല തണുപ്പാട്ടോ. ഇവിടെ അധികം നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, നല്ല കാറ്റുമുണ്ട്. നമുക്ക് ഫുഡും കഴിച്ച് പെറ്റ് കിടന്നുറങ്ങാം. മോർണിംഗ് കാണാട്ടോ. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് നമ്മുടെ ടെൻറ്റിൽ നിന്നുള്ള വ്യൂ? ഫുൾ പൊളിയല്ലേ? ഇവിടെ ആട്ടോ ഇന്നലെ നമ്മൾ ക്യാമ്പ് ചെയ്തേ. ഇത് രണ്ടുമാണ് നമ്മൾ അടിച്ച ടെൻറ്റ്. ഫസ്റ്റിലെ യദുവിൻ്റെ, രണ്ടാമത്തെ ഞങ്ങളുടെ. ഇത്ര നേരത്തെ എണീക്കുന്ന ചടങ്ങൊന്നും ഇല്ല കേട്ടോ. സൺറൈസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി എണീറ്റിരുന്നതാണ്. വൈഫാണ് നല്ല ഉറക്കം. ഇവളെങ്ങനെയാണോ ഇങ്ങനെ ഉറങ്ങുന്നത്? കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കണം. തണുത്തിട്ടാണ്, ഉറക്കം കിട്ടുന്നില്ല, സൂര്യനായിട്ട് ഉദിക്കുന്നുമില്ല. എന്ത് തന്നെ ആയാലും ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ അതൊരു വല്ലാത്ത ത്രില്ലാട്ടോ. ഒന്ന് ചുമ്മാ നീറ്റ് നടന്നതാ. അപ്പോൾ ഒരു കാര്യം കണ്ടേ, നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ആ ബോർഡും നോക്കിയേ, 18 ഡിഗ്രി സെൽഷ്യസ്. രാത്രി ഇതിനും കുറവായിരുന്നു, നല്ല തണുപ്പായിരുന്നു. ഇപ്പം എന്തോ മോർണിംഗ് ആയതുകൊണ്ടാണ് തോന്നുന്നു, ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. ഇവിടുന്ന് 2 hours ഡ്രൈവുള്ള ദുബായിൽ ഇപ്പോഴും 30-34 ഒക്കെ ആയിരിക്കും ടെമ്പറേച്ചർ. എന്താ അല്ലേ, പൊളിയല്ലേ? ഈ വ്യൂ അതിങ്ങനെ എത്ര നോക്കിയിരുന്നാലും മടുക്കില്ല.
ഫുജു നീറ്റ് കിട്ടോ സൂര്യ വെച്ചിട്ടില്ല. താഴെ ക്യാമ്പ് ചെയ്തവർക്കൊക്കെ ഓൾറെഡി സൺറൈസ് കിട്ടി. നമ്മൾ കട്ട വെയിറ്റിംഗാ. ഒടുക്കത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്കും കിട്ടിയിട്ടോ സൺറൈസ്. അതിനിടയ്ക്ക് ഏതൊരു കോളും വന്നു ഓഫീസിൽ നിന്ന് 10 o'clock റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പോകുന്ന വഴിക്ക് നല്ല വ്യൂസ് ഉണ്ട്, അത് കാണിച്ചു തരാം കേട്ടാ. ഇങ്ങോട്ടേക്കുള്ള റോഡ് ഡ്രൈവ് അത് ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആട്ടോ. ജബൽ ജയ്സ് അൽ ഹജർ മൗണ്ടൻ്റെ ഭാഗമാണ്. അൽ ഹജർ മൗണ്ടൻ UAE-ലും ഒമാനിലൂടെ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ റാസൽ ഖൈമ സൈഡിലാണുള്ളത്. ഒമാൻ്റെ സൈഡ് ഇത്ര ഡെവലപ്ഡ് ഒന്നും അല്ല കേട്ടോ. (2018) സ്റ്റാർട്ട് ചെയ്ത ജബൽ ജയ്സ് സിപ്പ് ലൈൻ ആണ് ലോകത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ. കൂടാതെ ഗവൺമെൻറ്റിന് ഇവിടെ ഹോട്ടൽസ്, കേബിൾ കാർ, പിന്നെ പാരാഗ്ലൈഡിംഗ് പോലുള്ള ഫെസിലിറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. ജബൽ ജയ്സിൽ സീ ലെവലിന് ഓൾമോസ്റ്റ് 1892 മീറ്റേഴ്സ് ഹൈറ്റിലാണ് UAE-യുടെ ടോപ്പ് ഹയസ്റ്റ് പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. എന്താണെന്നൊരു ഐഡിയ ഇല്ല. പോകുന്ന വഴിക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ ബിൽഡിങ്സ് കുറേ ഉണ്ട്. നോക്കട്ടെ, പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിയർ ബൈ ഏതെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വിഷ്വൽസ് കാണിച്ചു തരാം കേട്ടോ. ഇതോടെ ഈ വ്ളോഗ് ഇവിടെ തീരുകയാണേ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കണോടി ഒന്ന് അമർത്തിയേക്കണേ. Thank you for watching. Stay tuned. Signing off, Lunatic Backpacker.